ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും പാലിക്കണം, ശ്രദ്ധിക്കണമെന്ന് ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇഷ്ടദാസന്മാരായി ജീവിച്ച് അവന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി കണ്ണടക്കാൻ സാധിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ദീനിനെ സംബന്ധിച്ച് വിശുദ്ധ പ്രമാണങ്ങളിൽ അഥവാ ഖുർആനിലും ഹദീസിലുമൊക്കെ പലയിടങ്ങളിലും അത് മനുഷ്യ പ്രകൃതിയോട് ഇണങ്ങുന്നതാണ്, മനുഷ്യന്റെ പ്രകൃതിയുമായി ഒത്തുപോകുന്നതാണ് എന്ന് പരാമർശിക്കുന്ന വചനങ്ങൾ കാണാം. ലോകത്ത് ഏത് കാലഘട്ടത്തിൽ ജീവിക്കുന്ന വ്യക്തിയായാലും ഏത് പ്രദേശത്തുള്ള ആളായാലും ഏത് സാഹചര്യത്തിലുള്ള വ്യക്തിയായാലും ദീനിന്റെ അധ്യാപനങ്ങൾ അത് പ്രാവർത്തികമാക്കാൻ അവന് ഒട്ടും പ്രയാസമില്ല. 6-ാം നൂറ്റാണ്ടിലെ പ്രഥമ അഭിസംബോധിതരായ അറബികൾ അവർ ഇസ്ലാമിന്റെ സന്ദേശങ്ങൾ ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു കൊടുത്ത വിധത്തിൽ അത് പ്രാവർത്തികമാക്കിയിട്ടുണ്ട്. ഇനിയും അന്ത്യനാൾ വരെ അതിന്റെ പ്രായോഗികത ഇവിടെ യാതൊരു കുറവുമില്ലാതെ പുലർത്താൻ സർവ മനുഷ്യർക്കും സാധിക്കും. ഇങ്ങനെ എക്കാലത്തുമുള്ള ആളുകൾക്ക് പ്രാവർത്തികമാക്കുവാൻ പറ്റുന്ന സന്ദേശമാണ് ദീൻ മുന്നോട്ട് വെക്കുന്നത് എന്നത് നമ്മുടെ ദീനിന്റെ ഏറ്റവും വലിയ സവിശേഷതകളുടെ കൂട്ടത്തിൽ, പ്രത്യേകതകളുടെ കൂട്ടത്തിൽ എടുത്തു പറയാവുന്നതാണ്. അതിന്റെ ഈ പ്രായോഗികതയും സൗന്ദര്യവും ഏതെങ്കിലും ഒരു മേഖലയിൽ മാത്രമല്ല, ദീൻ നമ്മോട് പറയുന്ന ഏത് വിഷയവും അതിനൊരു ആന്തരികമായ സൗന്ദര്യം കാണാൻ പറ്റും. അത് വിശ്വാസമായിരുന്നാലും നമ്മുടെ അനുഷ്ഠാനമായിരുന്നാലും നമ്മുടെ പ്രാർത്ഥനകളായാലും ഏത് വശമെടുത്ത് നോക്കിയാലും ഇസ്ലാമിന്റെ ഈ സൗന്ദര്യമായ വശവും അതിന്റെ പ്രായോഗികമായ രീതിയും കാണാൻ സാധിക്കും. ഇസ്ലാമിലെ ആരാധനാ സൗന്ദര്യം കണ്ട് ഇസ്ലാം ആശ്ലേഷിച്ചിട്ടുള്ള, ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ള ആളുകൾ എക്കാലത്തും ഉണ്ടായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഈ ആശയങ്ങളുടെ സൗന്ദര്യവും അതിന്റെ പ്രായോഗികതയും അഴകും കണ്ട് ഇസ്ലാമിലേക്ക് ആകൃഷ്ടരാകുകയും ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്ത ആളുകളെ നമുക്ക് കാണാം. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു സലാം എന്ന് പറയുന്ന മഹാൻ അങ്ങനെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന പലരിൽ ഒരാളാണ്. അദ്ദേഹം ആദ്യം ജൂതനായിരുന്നു. മദീനയിലായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടപാടെ നബിയുടെ മുഖത്ത് നിന്ന് തന്നെ ഇതൊരു സത്യപ്രവാചകനാണ് എന്ന് കണ്ട മാത്രമേ അദ്ദേഹത്തിന് ബോധ്യപ്പെടുകയും പിന്നീട് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ആദ്യമായി കേട്ട സന്ദേശം സലാം വ്യാപിപ്പിക്കുന്നതിനെ കുറിച്ചാണ്. അതും അദ്ദേഹത്തെ വല്ലാതെ ആകർഷിച്ചിട്ടുണ്ട്. നമ്മുടെ ആരാധനയുടെ സൗന്ദര്യം മനസ്സിലാക്കാൻ കഅബയുടെ പരിസരത്ത് വെച്ച്
നിർവഹിക്കപ്പെടുന്ന നമസ്കാരത്തെ ഒന്ന് നോക്കിക്കണ്ടാൽ മതി. എല്ലാ ആളുകളും കഅബയുടെ നേരെ തിരിയുന്നു. അത് കണ്ടു നിൽക്കാൻ തന്നെ അത് കാഴ്ചയിൽ തന്നെ വളരെ സൗന്ദര്യമുള്ള ഒരു കാര്യമാണ്. ഇത് തന്നെയാണ് ലോകത്തിന്റെ ഏതു ഭാഗത്തു നിന്ന് ഒരു മുസ്ലിം നമസ്കരിക്കുമ്പോഴും അവരുടെ ആരാധനകൾക്ക് ഒരു ഏകീഭാവമുണ്ട്. എല്ലാം ഒന്നിൽ കേന്ദ്രീകരിക്കുന്നുണ്ട്. സുജൂദിൽ കഅബയുടെ പരിസരത്തിൽ നിന്ന് ആളുകൾ സുജൂദിൽ നിന്ന് ഉയരുന്നത് കാണുമ്പോൾ ഒരു പൂവ് വിടർന്നു വരുന്നത് പോലെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയുള്ള സൗന്ദര്യം ഒരു നമസ്കാരത്തിൽ മാത്രമല്ല, അതിന്റെ എല്ലാ ഇബാദത്തുകളിലും നമുക്ക് അത് കാണാൻ പറ്റും. ഞാൻ ആമുഖമായി ഇത്രയും കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് ഇത്രമേൽ സൗന്ദര്യമുള്ള, ഇത്രമേൽ മനുഷ്യനെ ഹഠാതാകർഷിക്കുന്ന ഒരു മതമാണ് നമ്മുടേത് ദീൻ. അതങ്ങനെ വരാനുള്ള കാരണം ഈ സന്ദേശം നൽകുന്നത് അല്ലാഹുവാണ്. അതുകൊണ്ട് ഇത് എക്കാലത്തുമുള്ള മനുഷ്യർക്ക് പ്രായോഗികവൽക്കരിക്കാൻ പറ്റുന്നതാകണമെങ്കിൽ അത് സ്രഷ്ടാവിൽ നിന്ന് തന്നെ വരണം. സൃഷ്ടികളെ പടച്ചിട്ടുള്ള സ്രഷ്ടാവിനാണ് അറിയുക അവനതിന്റെ പ്രായോഗിക വശങ്ങൾ അത് കൊണ്ടുവരാൻ പ്രയാസമാകുമോ ഇല്ലേ എന്ന്. ഒരിക്കലും ആകില്ല. കാരണം ഒരു സ്രഷ്ടാവിനാണ് സൃഷ്ടിയുടെ കഴിവിനെ കുറിച്ച് അറിയുക. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറഞ്ഞിട്ടുണ്ട്, അദ്ദീനു യുസ്ർ, ദീൻ എളുപ്പമാണ്. എക്കാലത്തുമുള്ള ആളുകൾക്ക് പ്രയോഗവൽക്കരിക്കുവാൻ എളുപ്പവും ലാളിത്യവുമുള്ളതാണ്. ലാളിത്യവും സൗന്ദര്യവും സമ്മേളിക്കുന്നതാണ് നമ്മുടെ ദീൻ എന്നതാണ് ഇപ്പറയുന്ന പ്രമാണങ്ങളിൽ നിന്നെല്ലാം മനസ്സിലാക്കുന്നത്. ഇനി ഇത്രയും കാര്യങ്ങൾ ഞാൻ സൂചിപ്പിച്ചത് മനുഷ്യർക്ക് പിന്നെ മതം ദീൻ അത് പ്രയോഗവൽക്കരിക്കാൻ പറ്റാതെ പോകുന്നതും അത് സങ്കീർണമാകുന്നതും അതിന്റെ പല മേഖലകളിലും അപകടങ്ങളും അപായങ്ങളും സംഭവിക്കുന്നത് ഒക്കെ ഇല്ലാത്തത് മനുഷ്യൻ ഇതിൽ കടത്തിക്കൂട്ടുമ്പോഴാണ്. മനുഷ്യന്റെ കരവിരുതുകൾക്ക് മതത്തെ വിധേയമാക്കുമ്പോഴാണ് അത് അപ്രായോഗികമായി മാറുന്നതും അപകടകരമായി മാറുന്നതും. മനുഷ്യ ശരീരത്തിനോ അവന്റെ സ്വഭാവത്തിനോ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു ഇബാദത്തും നമ്മുടെ ദീനിൽ ഇല്ല. മനുഷ്യൻ അവന്റേതായ വകയായി അവന്റെ പല ന്യായങ്ങളും ന്യായീകരണങ്ങളൊക്കെ ഉണ്ടാകും. അതിന്റെ പേരിൽ അവൻ കടത്തിക്കൂട്ടുന്ന കാര്യങ്ങളാണ് പലപ്പോഴും മതത്തെ സങ്കീർണമാക്കുന്നത്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ ഗണത്തിൽ ഇന്ന് ഏറെ ചർച്ച ചെയ്യുകയും നമ്മെ ഏവരെയും ഞെട്ടിപ്പിക്കുകയും ചെയ്ത പല സംഭവങ്ങൾ ഈ ഒരാഴ്ചക്കുള്ളിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും ഒക്കെ നിങ്ങൾ മനസ്സിലാക്കി കാണും. ചുരുക്കി പറഞ്ഞാൽ നേർച്ചയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് പല ആളുകളുടെയും ജീവിതത്തിന് അപായം സംഭവിക്കുകയും ഗുരുതരമായ പരിക്കേൽക്കുകയും ചെയ്തിട്ടുള്ള വാർത്തകളും ചിത്രങ്ങളും ഒക്കെ നമ്മൾ കാണുകയുണ്ടായി. ഈ ഒരു സന്ദർഭത്തിൽ എന്താണ് നേർച്ച എന്നും എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അപകടങ്ങളും അപായങ്ങളും ഒക്കെ സംഭവിക്കുന്നത് എന്നും സംക്ഷിപ്തമായി നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. നേർച്ചയുടെ പേരിലാണ് പലപ്പോഴും ഇങ്ങനെ ഓരോ വർഷങ്ങളിലും നടക്കാറുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് നേർച്ച എന്താണ്, നേർച്ച എന്ന് പറയുന്ന ഒന്ന് ഉണ്ടോ, നേർച്ച ഇസ്ലാം എങ്ങനെയാണ് നേർച്ചയെ കാണുന്നത്, ഇത് നമ്മൾ സംക്ഷിപ്തമായിട്ടെങ്കിലും ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇസ്ലാമിൽ നേർച്ചയുണ്ട്. നേർച്ച എന്ന് പറയുന്നത് ദീൻ പുണ്യകർമ്മമായി പറഞ്ഞിട്ടുള്ള ഒരു കാര്യത്തെ സ്വയം നിർബന്ധമായി പ്രഖ്യാപിക്കുന്നതിനാണ് നേർച്ച എന്ന് പറയുന്നത്. നേർച്ചയുടെ നിർവചനം അതാണ്. അഥവാ ദീനിൽ സ്ഥിരപ്പെട്ട പുണ്യകർമ്മമായിരിക്കണം. പുണ്യകർമ്മം തന്നെ അല്ലാഹു റസൂൽ പഠിപ്പിക്കണം. അതാണ് പുണ്യകർമ്മം. ദീനിൽ സ്ഥിരപ്പെട്ട ഒരു പുണ്യകർമ്മം അത് സ്വയം നിർബന്ധമായി പ്രഖ്യാപിക്കുക. ദീനത് നിർബന്ധാക്കിയിട്ടില്ല, അവൻ സ്വയം നിർബന്ധമാക്കുകയാണ്. ഉദാഹരണം,
എല്ലാ തിങ്കളാഴ്ചയും നോമനുഷ്ഠിക്കൽ സുന്നത്താണ്, അത് പുണ്യകർമ്മമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച കാര്യമാണ്. ഒരാൾ പറയുകയാണ്, ഞാൻ തിങ്കളാഴ്ച നോമനുഷ്ഠിക്കുവാൻ നേർച്ചയാക്കി എന്നൊരാൾ പറഞ്ഞാൽ അത് ദീൻ അനുവദിച്ചിട്ടുള്ള നേർച്ചയാണ്. കാരണം ഈ പറഞ്ഞ നിബന്ധനകളൊക്കെ അവിടെ ഉണ്ട്. തിങ്കളാഴ്ച നോമനുഷ്ഠിക്കുക എന്നുള്ളത് പുണ്യകർമ്മമാണ്, അത് നിർബന്ധമാക്കിയ കാര്യമല്ല, അത് ഈ വ്യക്തി സ്വയം നിർബന്ധമാക്കുകയാണ്, അത് ദീൻ അനുവദിച്ചതാണ്. അപ്പൊ പുണ്യകർമ്മമാകണം, ദീനിൽ സ്ഥിരപ്പെട്ടതാകണം. നിർബന്ധ കാര്യം നേർച്ചയാക്കാൻ പറ്റില്ല. ഞാൻ ളുഹർ നമസ്കരിക്കാൻ നേർച്ചയാക്കി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു നേർച്ചല്ല, അത് ആദ്യമേ നിർബന്ധമാണല്ലോ. അപ്പൊ ദീനിൽ സ്ഥിരപ്പെട്ട ഒരു പുണ്യകർമ്മം, നിർബന്ധമല്ലാത്തൊരു കാര്യം നമ്മൾ സ്വയം നിർബന്ധമായി പ്രഖ്യാപിക്കുന്നതിനാണ് നേർച്ച എന്ന് പറയുന്നത്. ഈ നേർച്ച ദീനിൽ ഉള്ളതാണ്. അതല്ലാത്ത നേർച്ചകൾ, ഇതിന് വിരുദ്ധമായ നേർച്ചകൾ ദീൻ അനുവദിച്ചിട്ടില്ല. അനുവദനീയമായ ഒരു കാര്യം നേർച്ചയാക്കലും ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഉഖ്ബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹു നബിയോട് വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ സഹോദരി കഅബയിലേക്ക് ചെരുപ്പ് ധരിക്കാതെ നടന്നുപോയി ഹജ്ജ് ചെയ്യാൻ നേർച്ചയാക്കിയിട്ടുണ്ട്. പല ആൾക്കാരൊക്കെ അത് ചെയ്യാറുണ്ട്, നടന്നിട്ട് ഹജ്ജിന് പോകും. അപ്പൊ അന്ന് ഉഖ്ബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു സഹോദരി, അവർ നേർച്ചയാക്കിയത് ചെരുപ്പ് ധരിക്കാതെ നഗ്നപാതയായി കഅബയിലേക്ക് നടന്നുപോയി ഹജ്ജ് ചെയ്യാൻ നേർച്ചയാക്കിയിട്ടുണ്ട്. എന്താണ് അതിന്റെ മതവിധി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അവർ നടക്കുകയും വാഹനപ്പുറത്തൊക്കെ കേറിയിട്ടൊക്കെ പോയാൽ മതി. കുറച്ചൊക്കെ നടക്കാം, പിന്നെ വാഹനപ്പുറത്ത് കയറാം. അന്നത്തെ വാഹനം അങ്ങനെയാണ്. അതല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പൂർണ്ണമായും നടന്ന് ചെരുപ്പ് ധരിക്കാതെ നടന്ന് യാത്ര ചെയ്യുന്നതിന് നബി അവിടെ അംഗീകരിച്ചിട്ടില്ല. അങ്ങനെ പുണ്യകർമ്മമില്ല. ഒരാവശ്യമില്ലാതെ നടക്കുക, അങ്ങനെ പുണ്യകർമ്മമില്ല. ഇതേപോലെ തന്നെ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുത്ബ നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരാള് ഇങ്ങനെ വെയിലത്ത് നിൽക്കുന്നുണ്ട്. റസൂൽ ചോദിച്ചു, ആരാണത്? അപ്പൊ പറയുന്നത് അബൂ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരാളാണ്. എന്താണ് അദ്ദേഹം വെയിലിൽ നിൽക്കാൻ കാരണം? അദ്ദേഹം നേർച്ചയാക്കിയിരിക്കുകയാണ്. എന്താണ് നേർച്ച? വെയിലിൽ നിൽക്കും, ഇരിക്കില്ല, നിൽക്കുകയേ ചെയ്യുള്ളൂ, ഇരിക്കില്ല, നിൽക്കുകയേ ചെയ്യുള്ളൂ, ആരോടും സംസാരിക്കില്ല, പൂർണ്ണമായും മൗനം. ആ രീതിയിൽ നിന്നുകൊണ്ട് നോമനുഷ്ഠിക്കാൻ നേർച്ചയാക്കിയിരിക്കുകയാണ്. ആരോടും മിണ്ടാതെ, തണലിൽ കയറി നിൽക്കാതെ, ഇരിക്കാതെ പൂർണ്ണമായി നിന്ന് നേർച്ചയാക്കി. അങ്ങനെ നോമ്പ് അനുഷ്ഠിക്കാൻ നേർച്ചയാക്കിയിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അദ്ദേഹത്തോട് തണലിലേക്ക് കയറി നിൽക്കാൻ പറയൂ. അദ്ദേഹം ആളുകളോട് സംസാരിക്കട്ടെ, അദ്ദേഹം നിൽക്കല്ലാതെ ഇരിക്കുകയും ചെയ്യട്ടെ, നോമ്പ് അദ്ദേഹം നിറവേറ്റട്ടെ, നോമ്പ് മുഴുവനാക്കിക്കോട്ടെ എന്ന് പറഞ്ഞു. കാരണം ഇതിൽ പുണ്യകർമ്മം എന്ന് പറയാവുന്നത് നോമ്പ് മാത്രം. ബാക്കി വെറുതെ നിൽക്കുക എന്നുള്ളൊരു പുണ്യകർമ്മമല്ല. മിണ്ടാതെ വെറുതെ ആവശ്യം ഉണ്ടായിട്ട് മിണ്ടാതിരിക്കുക എന്നുള്ളതും ഒരു പുണ്യകർമ്മമല്ല. വെറുതെ വെയിൽ കൊള്ളുക എന്നുള്ളതും പുണ്യകർമ്മമല്ല. അതൊക്കെ നബി ഒഴിവാക്കിയിട്ട് അതിൽ പാകൊരു പുണ്യകർമ്മം എന്ന് പറയാവുന്നത്, ഒരു സ്വതന്ത്രമായ പുണ്യകർമ്മം എന്ന് പറയാവുന്നത് നോമ്പ് മാത്രമാണ്. അത് മാത്രം നബി അനുവദിച്ചു. ഇതുപോലെയുള്ള ഹദീസുകളുടെ വെളിച്ചത്തിലാണ് പണ്ഡിതന്മാർ ഞാൻ നേരത്തെ പറഞ്ഞ നിർവചനം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതൊരു നിർവചനം എന്ന് പറയുമ്പോൾ അത് വെറും പണ്ഡിതാഭിപ്രായമാണെന്ന് മനസ്സിലാക്കരുത്. ഇതുപോലെയുള്ള ഹദീസുകളുടെ വെളിച്ചത്തിലാണ് പണ്ഡിതന്മാർ ഈ പറഞ്ഞ നിർവചനം പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ ഒരാൾ നേർച്ചയാക്കിയാൽ, ഇതൊക്കെ അള്ളാഹുവിന് വേണ്ടി നേരുന്ന നേർച്ചയാണ്. ഇങ്ങനെ ഒരാൾ നേർച്ചയാക്കിയാൽ ആ നേർച്ച അവൻ നിറവേറ്റുക തന്നെ വേണം. റസൂൽ പറഞ്ഞു, മൻ നദറ അൻ യുതിഅ അല്ലാഹ് ഫൽയുതിഉഹു. അള്ളാഹുവിനെ അനുസരിക്കാൻ ഒരാൾ നേർച്ചയാക്കിയാൽ, ഞാൻ ഇന്ന ഇബാദത്ത് ചെയ്യും
എന്ന് പറഞ്ഞിട്ട് ഒരാൾ നേർച്ചയാക്കിയാൽ ആ നേർച്ച നിറവേറ്റണം. അള്ളാഹുവിനെ ധിക്കരിക്കാൻ വേണ്ടി ഒരാൾ നേർച്ചയാക്കിയാൽ, ഒരു പാപം ചെയ്യാനാണ് നേർച്ചയാക്കിയത്, അതിന് വഴിയെ ഞാൻ ഉദാഹരണം പറയാം, അത് അയാൾ പാലിക്കരുത്. അള്ളാഹുവിന് വേണ്ടി നേർച്ചയാക്കി നേർച്ച അയാൾ നിറവേറ്റുക തന്നെ വേണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഉമർ റളിയല്ലാഹു തആല അൻഹു വന്നിട്ട് പറയാൻ, നബിയെ, ഞാൻ മുശ്രിക്കായിരുന്ന കാലത്ത് ഒരു നേർച്ച നേർന്നിരുന്നു. എന്താ നേർച്ച? മസ്ജിദുൽ ഹറാമിൽ ഒരു രാത്രി ഇഅ്തികാഫിരിക്കും എന്ന് ഞാൻ നേർച്ച നേർന്നിരുന്നു. അതെന്താണ് ഇനി ചെയ്യേണ്ടത്? മുശ്രിക്കായിരുന്ന കാലത്ത് ചെയ്തതാണ്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ ആളുകളിൽ പൊതുവേ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ്, മക്കാ മുശ്രിക്കുകൾക്ക് അള്ളാഹുവിൽ വിശ്വാസമല്ല. റസൂലുള്ള പറഞ്ഞതാ നേർച്ച താങ്കൾ നിറവേറ്റണം എന്നാണ്. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു മുശ്രിക്കായിരുന്ന കാലത്ത് ഏത് അള്ളാഹുക്കളെ നേർച്ചയാക്കിയത്? അത് നമ്മൾ പറയുന്ന ഈ അള്ളാഹുവിനല്ല എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയേണ്ടത്, ആ നേർച്ചയൊന്നും ഇവിടെ പറ്റില്ല, അള്ളാഹുവിന് വേണ്ടി നമ്മൾ പറയുന്ന അള്ളാഹുവിന്റെ നേർച്ചകൾ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയണം. അപ്പൊ അവർ വിശ്വസിച്ചിരുന്ന അള്ളാഹ് നമ്മൾ വിശ്വസിച്ചിരുന്ന അള്ളാഹു തന്നെയാണ്. അതല്ലാതെ വേറൊരു പടച്ചവനാണെങ്കിൽ റസൂലുള്ള പറയാം ആ നേർച്ച അനുവദനീയമല്ല എന്നാണ് പറയേണ്ടത്. ഇവിടെ റസൂലുള്ള അദ്ദേഹത്തോട് പറഞ്ഞത് ആ നേർച്ച താങ്കൾ നിറവേറ്റണം എന്നാണ്. മുശ്രിക്കായിരുന്ന കാലത്ത് അള്ളാഹുവിന് വേണ്ടി മസ്ജിദുൽ ഹറാമിൽ ഞാൻ ഇഅ്തികാഫിരിക്കുമെന്ന് താങ്കൾ പറഞ്ഞ ആ നേർച്ച താങ്കൾ നിറവേറ്റുക തന്നെ വേണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതാണ് അള്ളാഹുവിന് വേണ്ടി ഒരാൾ നേർച്ച നേർന്നാൽ അത് നിറവേറ്റണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വേറെ ഒരു സഹാബി അദ്ദേഹം പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, ഇത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, നബിയെ, ബുവാന എന്ന് പറയുന്ന സ്ഥലം, ഒരു സ്ഥലത്തിന്റെ പേരാണ് ബുവാന. ബുവാന എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഞാനൊരു മൃഗത്തെ നേർച്ചയാക്കി അറുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അള്ളാഹുവിന് വേണ്ടിയുള്ള നേർച്ച തന്നെയാണ്. ബുവാന എന്ന സ്ഥലത്ത് വെച്ചത് നറുക്കാനാണ് ഞാൻ നേർച്ചയാക്കിയിട്ടുള്ളത്. അതിൽ വല്ല തെറ്റുമുണ്ടോ എന്ന് ചോദിച്ചു. റസൂൽ രണ്ട് ചോദ്യങ്ങൾ ഇദ്ദേഹത്തോട് ചോദിച്ചു. ഒന്നാമത്തെ ചോദ്യം, ആ സ്ഥലം മുമ്പ് അള്ളാഹുവിനെ അല്ലാതെ ഏതെങ്കിലും ഒരു വിഗ്രഹത്തെ ആരാധിച്ചതായി അറിയപ്പെട്ട സ്ഥലമാണോ എന്ന് ചോദിച്ചു. ഈ ബുവാന എന്ന് പറയുന്ന സ്ഥലം ജാഹിലിയ കാലത്ത് ആളുകൾ അവരുടെ ആരാധ്യ വസ്തുക്കളെ ആരാധിച്ചതായി മഷ്ഹൂറായ അറിയപ്പെട്ട സ്ഥലമാണോ എന്ന് ചോദിച്ചു. അല്ല എന്ന് പറഞ്ഞു. ആ സ്ഥലത്ത് ബഹുദൈവ വിശ്വാസികളുടെ വല്ല ആഘോഷങ്ങളും നടക്കുന്ന സ്ഥലമായിരുന്നോ എന്ന് ചോദിച്ചു. അതുമല്ല എന്ന് പറഞ്ഞു. എങ്കിൽ താങ്കൾക്ക് ആ നേർച്ച നിറവേറ്റാം എന്ന് പറഞ്ഞു. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന് വേണ്ടിയുള്ള നേർച്ചയാണെങ്കിൽ പോലും ബഹുദൈവ വിശ്വാസികളുടെ ആരാധനാ കേന്ദ്രങ്ങളെ അവിടെയുള്ള കേന്ദ്രങ്ങളിലോ അതിന്റെ പരിസരത്ത് വെച്ചോ അള്ളാഹുവിന് വേണ്ടിയുള്ള നേർച്ച പോലും നിറവേറ്റാൻ പറ്റില്ല. ഇന്ന് നമ്മുടെ കൗമ എന്താ ചെയ്യുന്നത്? നിങ്ങള് ക്ഷേത്രത്തിൽ പോയി കുത്താറാത്തിബ് കുത്താറാത്തിബ് ഇസ്ലാമിലില്ല, എന്നിട്ട് ക്ഷേത്രത്തിൽ പോയി കുത്താറാത്തിബ് നടത്തുന്ന വീഡിയോകളും മറ്റൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പല ന്യായീകരണങ്ങളും ഒക്കെ ഉണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇത്തരത്തിലുള്ള വചനങ്ങൾ ഈ സന്ദർഭത്തിൽ നമ്മൾ വളരെ ഗൗരവത്തിൽ എടുക്കേണ്ടതാണ്. ഇതൊക്കെ അള്ളാഹുവിന് വേണ്ടിയുള്ള നേർച്ചയെ സംബന്ധിച്ചാണ്. ഇനി ഒരു കർമ്മശാസ്ത്ര സംബന്ധിയായ വിഷയമാണ്. നന്നായി നമ്മൾ ശ്രദ്ധിച്ചിരുന്നെങ്കിലേ നമുക്കിത് മനസ്സിലാക്കാനും ഇത് ഓർത്തുവെക്കാനൊക്കെ കഴിയുള്ളൂ. ഈ ഒരു നേർച്ച നേർന്നിട്ട് അവനത് നിറവേറ്റിയില്ല എങ്കിൽ അതിന് പ്രായശ്ചിത്തം നൽകണം. അഥവാ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സുന്നത്ത് നോമ്പ് ഒരാൾ നേർച്ചയാക്കി, അല്ലെങ്കിൽ ഒരു ഹത്തം ഓതി തീർക്കാൻ നേർച്ചയാക്കി, നമുക്ക് പുണ്യകർമ്മമാണ്, അങ്ങനെ ചെയ്യാം. അള്ളാഹുവിനാകണം. ഏതെങ്കിലും മഹാരഥന്മാരുടെ പേരിൽ ഹത്തം തീർക്കാൻ നേർച്ചയാക്കി, അതല്ല പറയുന്നത്. അള്ളാഹുവിന്റെ പേരിൽ ഒരാൾ നേർച്ചയാക്കി, ആ നേർച്ചവൻ നിറവേറ്റിയില്ല എങ്കിൽ അതിനവൻ പ്രായശ്ചിത്തം നൽകണം. ഖുർആൻ പറഞ്ഞിട്ടുണ്ടത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പറഞ്ഞിട്ടുണ്ട്, കഫാറത്തുൻ നദർ കഫാറത്തു യമീൻ. സത്യം ചെയ്ത് ലംഘിച്ചാലുള്ള പ്രായശ്ചിത്തം എന്താണോ അതേ പ്രായശ്ചിത്തം തന്നെയാണ് നേർച്ച നേർന്നിട്ട് അത് നിറവേറ്റിയിട്ടില്ല എങ്കിലും. ഒരാൾ ശപഥം ചെയ്തു, ഞാൻ ഇന്ന കാര്യം ചെയ്യും, അള്ളാഹു തന്നെയാണ് സത്യം, ഞാൻ ഇന്ന കാര്യം ചെയ്യും എന്ന് അള്ളാഹിനെ പഠിച്ച് സത്യം ചെയ്തു,
എന്നിട്ട് അയാൾ നിർവഹിച്ചില്ല, ആ സത്യം അയാൾ ലംഘിച്ചു എങ്കിൽ അയാൾ ഇനി ഇവിടെ പറയാൻ പോകുന്ന രീതിയിൽ പ്രായശ്ചിത്തം നൽകണം. എന്താണ് പ്രായശ്ചിത്തം? ഖുർആൻ പറഞ്ഞത് 10 മിസ്കീങ്ങൾക്ക് അയാൾ ഭക്ഷണം കൊടുക്കണം. ഒരു സത്യം ലംഘിച്ചാൽ 10 അഗതികൾക്ക് അയാൾ ഭക്ഷണം കൊടുക്കണം, അല്ലെങ്കിൽ 10 അഗതികൾക്ക് അയാൾ വസ്ത്രം കൊടുക്കണം, അല്ലെങ്കിൽ ഒരു അടിമയെ മോചിപ്പിക്കണം. ഖുർആൻ പറഞ്ഞതാണ്. സൂറത്ത് മായിദയിൽ നമുക്കത് കാണാം. ഫകഫാറതുഹു ഇത്ആമു 10 മസാകീൻ മിൻ ഔസതി മാ തുദ്ഇമൂന അഹ്ലീകും ഔ കിസ്വതുഹും ഔ തഹരീറു റഖബ. ഇതാണ് അതിന്റെ പ്രായശ്ചിത്തം. അപ്പോൾ ഒരാൾ ഇതേ പ്രായശ്ചിത്തം തന്നെയാണ് ഒരാൾ നേർച്ചയാക്കിയിട്ട് അത് നിറവേറ്റിയിട്ടില്ല എങ്കിലും, ഞാൻ ളുഹറിന്റെ മുമ്പുള്ള 2 റക്അത്ത് നമസ്കരിക്കാൻ, പ്രഭാതി നമസ്കാരം നിർവഹിക്കാൻ നേർച്ചയാക്കി എന്ന് പറഞ്ഞു. അയാൾ ആ നേർച്ച നിറവേറ്റിയിട്ടില്ല എങ്കിൽ ഈ പറഞ്ഞ പ്രായശ്ചിത്തം അയാൾ കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. 10 മിസ്കീങ്ങൾക്ക് അയാൾ ഭക്ഷണം കൊടുക്കണം, അല്ലെങ്കിൽ വസ്ത്രം കൊടുക്കണം, അല്ലെങ്കിൽ ഒരു അടിമയെ, ഒരു മുഅ്മിനത്തായ അടിമ, ഒരു മുഅ്മിനായ അടിമയെ, മുഅ്മിനത്താകട്ടെ മുഅ്മിനാകട്ടെ, ഒരു അടിമയെ അയാൾ മോചിപ്പിക്കണം. ഇതിന് 3നും അയാൾക്ക് സാധ്യമല്ല എങ്കിൽ അയാൾ 3 ദിവസം നോമ്പ് നിൽക്കണം. 3 ദിവസം അയാൾ നോമ്പനുഷ്ഠിക്കണം. ഞാൻ ഇന്നൊരു പുണ്യകർമ്മം ചെയ്യും അള്ളാഹുവിന് വേണ്ടി എന്ന് നേർച്ചയാക്കിയിട്ട് ആ പുണ്യകർമ്മം അയാൾ ചെയ്തിട്ടില്ല എങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നൊരാൾ ചെയ്യണം. ഇത് 3ഉം അയാൾക്ക് ചെയ്യാൻ അസാധ്യമായാൽ, ഒന്നുങ്ങളെയൊക്കെ ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ ഈ അടിമയെ മോചിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് ലഭ്യമല്ല. ഒരു അടിമയെ മോചിപ്പിക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഗൗരവം മനസ്സിലാവും. ഒരു അടിമയെ ഇപ്പൊ ഒന്നൊക്കെ വാങ്ങി കിട്ടുകയാണെങ്കിൽ തന്നെ അത് വാങ്ങി മോചിപ്പിക്കണമെങ്കിൽ കോടികൾ, ലക്ഷങ്ങൾ ചെലവ് വരും. ഇത്രയും വലിയ ഗൗരവമുള്ള കാര്യമാണ്. അള്ളാഹുവിന്റെ പേരിൽ ശപഥം ചെയ്തിട്ടോ നേർച്ച നേർന്നിട്ടോ അത് നിറവേറ്റിയില്ല എങ്കിൽ അതിന്റെ ഗൗരവം ഇത്രത്തോളമുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം യഥാവിധി ശ്രദ്ധിക്കുവാൻ അള്ളാഹു നമ്മെ അവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലൽ അക്മലാൻ അലൽ മബ്ഊസ് റഹ്മത്തുൽ ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അള്ളാഹുവിന്റെ വിധിവിലക്കൾ അനുസരിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എല്ലാ ആളുകളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. സഹോദരന്മാരെ, നേർച്ചയുടെ വിധി പല പണ്ഡിതന്മാരും നേർച്ചയെ തന്നെ അംഗീകരിക്കാത്ത ആളുകളുണ്ട്. അതേപോലെ ഉപാധികൾ വെച്ചുകൊണ്ടുള്ള നേർച്ചയുണ്ട്. എന്റെ രോഗം മാറിയാൽ ഞാൻ ഇന്ന കാര്യം ചെയ്യും, എന്റെ വാപ്പയുടെ രോഗം മാറിയാൽ, എന്റെ കുട്ടി പരീക്ഷയിൽ പാസ്സായാൽ, ഇങ്ങനെ കണ്ടീഷൻ വെച്ചുകൊണ്ടുള്ള, നിബന്ധന വെച്ചുകൊണ്ടുള്ള നേർച്ചയുണ്ട്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒട്ടുമിക്ക നേർച്ചകളും അതാണ്. കണ്ടീഷൻ വെച്ചുകൊണ്ടുള്ള, ഉപാധി വെച്ചുകൊണ്ടുള്ള നേർച്ച. ഈ നേർച്ച ഇതിനെ പണ്ഡിതന്മാർ അങ്ങേയറ്റം നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. കാരണം നമ്മൾ അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന ഒരു ഇബാദത്തും ഉപാധി വെച്ചുകൊണ്ട് ആകരുത്. നേർച്ച എന്ന് പറയുന്ന ഒരു ഇബാദത്താണ്, അള്ളാഹുവിന് വേണ്ടി നിർവഹിക്കുന്ന ഒരു ഇബാദത്താണ്. ഒരു ഇബാദത്തും കണ്ടീഷൻ വെച്ചുകൊണ്ട് ചെയ്യുന്നത് ശരിയല്ല എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നേർച്ചയാക്കാം, ഉപാധികളൊന്നും ഇല്ലാതെ നേർച്ചയാക്കാം, അതൊക്കെ. എന്നാൽ ഇങ്ങനെയുള്ള കണ്ടീഷൻ വെച്ചുകൊണ്ടുള്ള, നിബന്ധന വെച്ചുകൊണ്ട്, ഷർത്ത് വെച്ചുകൊണ്ടുള്ള ഈ വിധത്തിലുള്ള നേർച്ചയെ പണ്ഡിതന്മാർ അതിനെ നിരുത്സാഹപ്പെടുത്തുകയും അത് ഒഴിവാക്കുകയാണ് വേണ്ടത്. അതല്ലാതെ ഒട്ടും ശരിയല്ല എന്ന് പറയുന്ന പണ്ഡിതന്മാരെ വരെ നമുക്ക് കാണാം. നേരത്തെ പറഞ്ഞ രീതിയിലുള്ള നിരുപാധി ഉപാധികളൊന്നുമില്ലാത്ത നേർച്ചയാണെങ്കിൽ അത് ദീൻ അനുവദിച്ചിട്ടുള്ള കാര്യമാണ്, പ്രതിഫലാർഹമാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ എന്ത് ചെലവഴിച്ചാലും, നിങ്ങൾ നേരുന്ന ഏത് നേർച്ചയും അള്ളാഹു തആല അത് അറിയുന്നു. അഥവാ അള്ളാഹു നിങ്ങൾക്ക് അതിന് പ്രതിഫലം നൽകും. അക്രമികൾക്ക് യാതൊരുവിധ സഹായികളും ഉണ്ടാവുന്നതല്ല എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ നാട്ടിൽ നടക്കുന്ന നേർച്ചകൾ അത് മഹാരഥന്മാരുടെ പേരിലുള്ള നേർച്ചകളാണ്.
അവരുടെ തൃപ്തി കിട്ടാൻ, അവരുടെ ശഫാഅത്ത് കിട്ടാൻ, അവരിൽ നിന്നുള്ള ബറക്കത്ത് കിട്ടാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന രീതിയിലുള്ള നേർച്ചകളാണ് വ്യാപകമായി നടക്കുന്നത്. അവിടെയാണ് ആളുകൾ ദീൻ വിരോധിച്ചിട്ടുള്ള പല കാര്യങ്ങളും അതിലേക്ക് കൊണ്ടുവരുന്നത്. അത് ഉത്സവമാണ്, പൂരമാണ് ഒരർത്ഥത്തിൽ. അങ്ങനെയുള്ളൊരു രീതി ദീൻ നമുക്ക് കാണുകയല്ല. ആനയുടെ സാന്നിധ്യമുള്ള ഒരു ഇബാദത്തും ഇസ്ലാമിലില്ല. ആനയെ കൊണ്ടുവന്നിട്ടുള്ള ഒരു ഏതെങ്കിലും ഇബാദത്ത്, അങ്ങനെ ഒരു ഇബാദത്ത് തന്നെ നമുക്ക് കാണുക സാധ്യമല്ല. സംഗീതം, സ്ത്രീ പുരുഷന്മാരുടെ ഇടകലരൽ, അള്ളാഹും റസൂലും നിഷിദ്ധമാക്കിയ സകല കാര്യങ്ങളും ലഭ്യമാകുന്ന വേദികൾ, ഇതൊക്കെയാണ് നേർച്ചകളായി ഇന്ന് മാറുന്നത്. കബറിടങ്ങളുമായി ചുറ്റിപ്പറ്റിക്കൊണ്ടാണ്. കബറിടങ്ങളിൽ അവിടെ ഇത്തരം കാര്യങ്ങൾ, അവിടെ കബർ സന്ദർശിക്കുക, ആ കബറാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നതല്ലാതെ കബറുമായി ബന്ധപ്പെട്ട ഒരു ഇബാദത്തുമില്ല. ഖബറിന്റെ അടുക്കൽ വെച്ച് മയ്യത്ത് നമസ്കാരം അനിവാര്യ ഘട്ടത്തിൽ നമസ്കരിക്കുക എന്നതല്ലാതെ റുക്കൂഉം സുജൂദും വരുന്ന ഒരു നമസ്കാരവും കഅബയുടെ ഖബറിന്റെ പരിസരത്ത് വെച്ച് നമസ്കരിക്കാൻ പോലും പാടില്ല. നമസ്കാരം അല്ലാഹുവിനുള്ളതാണ് എങ്കിൽ പോലും പാടില്ല. മഹാനായ അനസ് റളിയല്ലാഹു തആല ഒരിക്കൽ ഒരു സ്ഥലത്ത് ഇങ്ങനെ നമസ്കരിക്കാൻ, അപ്പൊ അദ്ദേഹത്തിന്റെ മുന്നിൽ ഖബറുള്ളത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അപ്പോൾ പിന്നിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, അൽ ഖബർ അൽ ഖബർ, അവിടെ ഖബറുണ്ട്, നിസ്കരിക്കല്ല അവിടെ എന്ന് വിളിച്ചു പറഞ്ഞ സംഭവങ്ങൾ കാണാൻ പറ്റും. ഇത്രമേൽ അവർ ശ്രദ്ധിച്ചിരുന്ന കാര്യമാണ്. ഇന്നാലോ ഇന്ന് നമ്മുടെ നാടുകളിൽ നടക്കുന്ന കാര്യം എന്താണ്? ഖബറുകളിൽ അതിനെ ആരാധന കേന്ദ്രങ്ങളാക്കി മാറ്റി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞു, നിങ്ങൾ വീടുകളിൽ ഖുർആൻ പാരായണം ചെയ്യണം, നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ഖബറിടങ്ങളാക്കരുത് എന്ന് പറഞ്ഞാൽ ഖബറിന്റെ അടുക്കൽ ഖുർആൻ പാരായണമില്ല. അതേപോലെ ഖുർആൻ പാരായണം നടക്കാത്ത ഒരു ഇടമായി നിങ്ങളുടെ വീടുകളെ നിങ്ങൾ മാറ്റരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി നമുക്ക് കാണാൻ പറ്റും. ഇത്രമേൽ ഗൗരവം അർഹിക്കുന്ന കാര്യമായിട്ടാണ് ഈ വിഷയങ്ങളെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളിൽ എല്ലാം കാണാൻ പറ്റുന്നത്. ഇനിയോ ഖബറുകളിൽ നടക്കുന്ന ചില കാര്യങ്ങൾ ഞാൻ വളരെ സംക്ഷിപ്തമായി പറയാം. ചില ആളുകളുടെ പേരിൽ നിർവഹിക്കപ്പെടുന്ന ഭക്തി പുരസ്സരം നിർവഹിക്കപ്പെടുന്ന വരികളാണ്. വദുഖുൽ, നഫീസത്ത് ബീവിയുടെ ഖബറിന്റെ സമീപത്ത് പ്രവേശിക്കുക, വതുഫ്, എന്നിട്ട് തവാഫ് ചെയ്യുക, വസ്അ, നീ സഅയും ചെയ്തോ, എന്നിട്ട് മര്യാദ പൂർവം നീ ആ മഹദിയോട് ചോദിച്ചോ, എന്ത് മാ തസ്തഗി, എന്താണോ ആവശ്യമുള്ളത് അതൊക്കെ ചോദിച്ചു എന്ന് പറയുന്ന വരികൾ കാണാം. ഈ രീതിയിലുള്ള അപകടകരമായ പല കാര്യങ്ങളാണ് ഖബറിനെ ചുറ്റിപ്പറ്റി നടക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞു, ഈ ഖബറുമായി ബന്ധപ്പെട്ട അതുമായി ബന്ധപ്പെട്ട അതിലേക്കുള്ള നേർച്ചകൾ, അതിനുവേണ്ടിയുള്ള മഹാരഥന്റെ ബർക്കത്തൊക്കെ കിട്ടാൻ വേണ്ടി നടത്തപ്പെടുന്ന അറവുകൾ, ഇതുകൊണ്ടൊക്കെ എന്താ കിട്ടുക? അത് ഇബാദത്താണ്. അത് അല്ലാഹു അല്ലാത്തവരേക്ക് സമർപ്പിച്ചാൽ അത് ശിർക്കായി മാറും, അല്ലാഹുവിന്റെ ശാപമുണ്ടാകും. റസൂലുള്ളാഹി പറഞ്ഞു, ലഅനല്ലാഹു മൻ ദബഹ ലിഗൈരില്ലാഹ്, അള്ളാഹുവിന് വേണ്ടിയല്ലാതെ അറവ് നടത്തുന്നവന് അള്ളാഹുവിന്റെ ശാപമുണ്ടാകും. അള്ളാഹു ശപിക്കുന്ന കാര്യമാണ്. ബർക്കത്തല്ല കിട്ടുക, ഈ മഹാരഥന്മാരുടെ അനുഗ്രഹമോ ശഫാത്തോ അല്ല കിട്ടുക, അള്ളാഹുവിന്റെ ലഅനത്താണ് കിട്ടുക എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. പിന്നെ ആളുകൾ പല വിധത്തിലുള്ള ന്യായീകരണങ്ങൾ പറയും. അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഇത് മത സൗഹാർദ്ദത്തിന്റെ ഭാഗമാണ്, ബഹുസ്വര സമൂഹത്തിൽ അത് ആവശ്യമാണ് എന്നൊക്കെയുള്ള ന്യായങ്ങൾ പറയും. എല്ലാ ന്യായവും മുട്ടിപ്പോകുന്ന ഒരു ലോകം നമ്മുടെ മുമ്പിൽ വരാനുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ ജീവിച്ചതും ഒരു ബഹുസ്വര സമൂഹത്തിൽ തന്നെയാണ്. ബഹുസ്വര സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. മദീനയിൽ ജൂതന്മാരുണ്ടായിരുന്നു, ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു. അവരെ സുഖിപ്പിക്കാൻ അല്ലെങ്കിൽ ഒരു മത സൗഹാർദ്ദത്തിന് വേണ്ടി തന്റെ ആദർശത്തിൽ ഒരു ഇഞ്ച് പിറകോട്ട് പോകാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തയ്യാറായിട്ടില്ല.
എങ്കിലും അവരുമായി നല്ല രീതിയിൽ വർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. റസൂലുള്ളാഹി വഫാത്താകുന്ന സമയത്ത് പോലും അവിടുത്തെ പടയങ്കി ഒരു ജൂതന്റെ പക്കൽ പണയത്തിലായിരുന്നു എന്ന ഹദീസ് പലപ്പോഴും നമ്മൾ കേട്ട് മനപ്പാടുള്ളതാണ്. എന്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തന്റെ ഒരു നേരത്തെ വിശപ്പടക്കാൻ തന്റെ പടയങ്കി ഒരു ജൂതന്റെ അടുക്കൽ തന്നെ കൊണ്ടുപോയി പണയം വെച്ചു. ലക്ഷപ്രഭുക്കളായ സ്വഹാബികൾ അവിടെ ഉണ്ടായിരിക്കെ മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ജീവിച്ചിരിപ്പുണ്ട്. ലക്ഷപ്രഭുവാൻ മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള പ്രസിദ്ധരായ വർത്തക പ്രമാണിമാർ അവിടെ ഉണ്ടായിരിക്കെ തന്റെ ഒരു നേരത്തെ വിശപ്പടക്കാൻ പ്രവാചകൻ തന്റെ പടയങ്കി ഒരു ജൂതന്റെ അടുക്കൽ തന്നെ കൊണ്ടുപോയി പണയം വെക്കാനുള്ള കാരണം എന്താണ്? റസൂലുള്ളാഹി തന്റെ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ പോലും ഇതര സമൂഹങ്ങളുമായി നിങ്ങൾക്ക് സഹവർത്തിക്കാമെന്നുള്ള മേഖലകളുണ്ട്, അവരുമായി ഇടപാടുകൾ നടത്താം, നല്ല രീതിയിൽ വർത്തിക്കാം എന്ന് തന്റെ ജീവിതത്തിന്റെ സായം സന്ധ്യയിൽ പഠിപ്പിച്ചുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കണ്ണടച്ചു പോയിട്ടുള്ളത്. അതല്ലെങ്കിൽ ലഭിക്കുന്ന ഒരു പേരിൽ ഒരു ചിറവിരലനക്കിയാൽ മതി, നബിയുടെ ആ കുടിലിനെ കൊട്ടാരമാക്കി കൊടുക്കാൻ സാമ്പത്തിക ശേഷിയുള്ള സ്വഹാബികൾ അവിടെ ധാരാളമുണ്ട്. അതൊക്കെ ഉണ്ടായിട്ട് പോലും റസൂലുള്ളാഹി ഇത് ചെയ്തത് ഒരു ബഹുസ്വര സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണമെന്നതിന്റെ ഏറ്റവും ഉജ്ജ്വലമായ മാതൃകയാണ്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ ഉളുഹിയ്യത്ത് അറുത്ത് കഴിഞ്ഞാൽ അതിലെ മാംസം തന്റെ ജൂതനായ അയൽവാസിക്ക് കൊടുത്തിരുന്നു എന്ന് സ്വഹീഹായ പ്രമാണങ്ങൾ നമുക്ക് കാണാം. നോക്കൂ നിങ്ങൾ, നമ്മൾ എവിടെ ജീവിച്ചാലും അവിടെയൊക്കെ നമ്മുടെ ദീനിനെ പ്രയോഗവൽക്കരിക്കാൻ നമുക്ക് പറ്റും. ഞാൻ ആമുഖമായി സൂചിപ്പിച്ചത്, എവിടെയാണെങ്കിലും ഏത് ബഹുസ്വര സമൂഹത്തിലാണെങ്കിലും അവിടെയൊക്കെ നമ്മുടെ ആദർശത്തിന് ഒരു പരിക്കുമേൽക്കാതെ നമുക്ക് ജീവിക്കാൻ പറ്റും. ഇവിടെയും പറ്റും. നിലവിൽ നമ്മുടെ രാജ്യത്തും നമ്മുടെ അടിസ്ഥാന വിശ്വാസങ്ങളൊക്കെ ഉൾക്കൊണ്ട് പ്രയോഗവൽക്കരിച്ച് ജീവിക്കാനുള്ള ഭരണഘടനാപരമായ സ്വാതന്ത്ര്യം നമുക്ക് ഉണ്ട്. പക്ഷെ ഇതൊക്കെ ഉണ്ടായിട്ടും ആളുകൾ അതൊക്കെ അവഗണിച്ചും ആളുകൾ തങ്ങളുടെ വിശ്വാസത്തിലും ആദർശത്തിലും ഒക്കെ വെള്ളം ചേർത്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇത് ശിർക്ക് പരന്നൊഴുകുന്നതിന്റെ അടയാളമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഇതങ്ങ് പരന്നൊഴുകി അവസാനം അല്ലാഹ് എന്ന് പറയാൻ പോലും ഭൂമുഖത്ത് ആളില്ലാത്ത കാലം വരും. അപ്പോഴാണിത് മൊത്തം പൊളിഞ്ഞാടുക, അപ്പോഴാണ് യൗമുൽ ഖിയാമത്ത് ഉണ്ടാകുക എന്നുവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചിട്ടുള്ള ഈ കാര്യങ്ങളെല്ലാം അത് അർഹിക്കുന്ന ഗൗരവത്തിലെടുത്ത് നമ്മൾ സ്വയം ഉൾക്കൊള്ളുകയും നമ്മുടെ സഹോദരങ്ങളെ നസീഹത്തോടുകൂടെ പറഞ്ഞ് മനസ്സിലാക്കി തിരുത്തുവാനുമൊക്കെ സമയവും അധ്വാനവും കണ്ടെത്തുകയും വേണം. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ രോഗികളായി കിടക്കുന്ന ആളുകൾക്ക് അല്ലാഹു രോഗശമനം പ്രദാനം ചെയ്യുമാറാകട്ടെ.